ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 2 ചാപ്റ്ററാണ്. ഓക്കെ, 5ാം ക്ലാസ് പഠിച്ചിട്ട് നമുക്ക് 7ാം ക്ലാസ്സിലോട്ട് പോകാം. പുതിയ ടെക്സ്റ്റിൽ അഡീഷണൽ കുറച്ച് പോയിൻറ്റ്സൊക്കെ ഉണ്ട്. അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് 7ാം ക്ലാസ്സിലോട്ട് പോവാം. ആദ്യത്തെ ചാപ്റ്റർ പീലിയുടെ ഗ്രാമം. 5ാം ക്ലാസ്സാണ്. 5ാം ക്ലാസ്സിലെ കുട്ടികളുടെ മനസ്സോടുകൂടി ഇരുന്നാൽ മതി. ആദ്യത്തെ ചാപ്റ്ററാണ്. അപ്പോൾ കുട്ടികൾക്ക് ആദ്യമേ ഭരണഘടനയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും സഹോദരൻ അയ്യപ്പനും തിരുവിതാംകൂർ എന്നും ക്ലാസ് എടുക്കുന്നതിന് പകരം അവർക്കൊരു കഥ പോലെ തുടങ്ങുകയാണ് ആദ്യത്തെ ചാപ്റ്റർ. ഒരു കൂട്ടുകാരി സ്കൂൾ അടച്ച് വെക്കേഷന് ഒരു കുട്ടി അവളുടെ വെക്കേഷന് അവളുടെ കൂട്ടുകാരെയെല്ലാം അവളുടെ ഗ്രാമത്തിലോട്ട് ക്ഷണിക്കുന്നതും ആ കൂട്ടുകാർക്ക് പുതിയ ഗ്രാമത്തിൽ വരുമ്പോൾ എന്തൊക്കെ ഉണ്ടായിരിക്കും അതിനെക്കുറിച്ചുള്ള ഐഡിയകൾ, ചിന്തകൾ, അവരെന്താണ്, ഓരോ കുട്ടികളും അവരുടെ അച്ഛനമ്മമാരെന്താണ് വിളിക്കുന്നത്, അങ്ങനെയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ട് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അതിഥി തൊഴിലാളികൾ നമ്മുടെ കേരളത്തിലോട്ട് വരുന്നുണ്ടല്ലേ, അത് മാത്രമേ പറയുന്നുള്ളൂ. മെയിനായിട്ട് അതാണ് ഇതിനകത്ത് പറയുന്നത്. കൂട്ടുകാരെ, അവധിക്കാലം തീരാൻ പോവുകയാണ്. അതിനു മുമ്പ് പീലി സഹപാഠികളെ തൻ്റെ ഗ്രാമത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഗ്രാമം സന്ദർശിക്കാനുള്ള ഒരുക്കത്തിലാണ് പീലിയുടെ കൂട്ടുകാരായ 4 പേർ. ഓക്കെ, ആദ്യത്തെ ആൾ കുട്ടി വീൽ ചെയറിലാണ് പോകുന്നത്. വീൽ ചെയറിലുള്ള കുട്ടിയാണ് നീനു. രണ്ടാമത്തെ അപ്പു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ടെക്സ്റ്റ് വായിച്ചാൽ കിട്ടും. അതിൽ പ്രത്യേകിച്ച് ഒരു പോയിൻറ്റും ഇല്ല. ഒരേ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഇതാണ്: ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് അതിഥി തൊഴിലാളികൾ എത്തുന്നുണ്ട്. ആസാം, ബീഹാർ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് കൂടുതൽ പേരും കുടുംബമായി എത്തുന്നത്. ഇത് മാത്രമേ ഉള്ളൂ ആ ചാപ്റ്ററിൽ പറയുന്ന ഒരു പോയിൻ്റ്. ആസാം, ബീഹാർ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്. ഏതൊക്കെയാണ്? ആസാം, ബീഹാർ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതൽ പേരും കുടുംബമായി എത്തുന്നത്. അതിൽ ചമേലിയും കേരളത്തിൽ പഠിക്കുന്നുണ്ട്. അവരുടെ മക്കളിലെ കേരളത്തിലെ പൊതുവിദ്യാലയത്തിൽ പഠിക്കുന്നത്. അങ്ങനെ ചമേലി അതിഥി തൊഴിലാളിയുടെ ഒരു മോളാണ് ചമേലി. മാ എന്നും പാപ്പ എന്നുമാണ് ചമേലി അമ്മയെയും അച്ഛനെയും വിളിക്കുന്നത്. ഓക്കെ, ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ചോദിക്കാം, നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഏതാണ്? ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഉത്തർപ്രദേശ്. വടക്ക് കിഴക്കൻ മേഖലയിൽ തന്നെ ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഏതാണ്? അത് ആസാമാണ്. ഓക്കെ, നമുക്ക് ഇതിനകത്ത് പഠിക്കേണ്ട അഡീഷണൽ പോയിൻറ്റ്സ് 2 ചാപ്റ്ററും പഠിച്ചിട്ട് ഏറ്റവും ലാസ്റ്റ് അഡീഷണൽ പോയിൻറ്റ്സ് എല്ലാം പറഞ്ഞുതരാം. അപ്പം വടക്ക് കിഴക്കൻ മേഖലയിലെ ജനസംഖ്യ കൂടിയ സംസ്ഥാനമാണ് ആസാം. അപ്പോൾ ആസാമിൽ നിന്ന് പിന്നെ വേറെ എവിടെയൊക്കെയാണ്? ബീഹാർ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതൽ അതിഥി തൊഴിലാളികൾ നമ്മുടെ കേരളത്തിൽ വരുന്നത്. ജനസാന്ദ്രത കൂടിയ സംസ്ഥാനം ഏതാണ്? ബീഹാർ. കേരളത്തിൽ ജനസാന്ദ്രതയിൽ എത്രാമത്തെ സ്ഥാനമാണ്? 3ാമത്തെ സ്ഥാനമാണ്. നമ്മൾ സാക്ഷരതാ മിഷനും മലയാളം മിഷനും എല്ലാം ഓരോ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് അതിഥി തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. ഏതൊക്കെയാണെന്നറിയാമോ? ചങ്ങാതി എന്താണെന്നറിയാമോ? ആര് നടപ്പിലാക്കിയ പദ്ധതിയാണ്? സാക്ഷരതാ മിഷൻ നടപ്പിലാക്കിയ പദ്ധതിയാണ്. അതിഥി തൊഴിലാളികളെ മലയാളത്തിൽ സാക്ഷരതയാക്കുന്നതിന് വേണ്ടിയിട്ട് സാക്ഷരതാ മിഷൻ തന്നെ നടപ്പിലാക്കിയ പദ്ധതിയാണ് ചങ്ങാതി. ഇനി മലയാളം മിഷൻ നടപ്പിലാക്കിയ പദ്ധതിയാണ് അനന്യ മലയാളം. അതിഥി തൊഴിലാളികളെ മലയാളത്തിൽ സാക്ഷരതയാക്കുന്നതിന് വേണ്ടിയിട്ട് മലയാളം മിഷൻ നടപ്പിലാക്കിയ പദ്ധതിയാണ് അനന്യ മലയാളം. മലയാളം മിഷനാണ് അനന്യ മലയാളം. സാക്ഷരതാ മിഷൻ നടപ്പിലാക്കിയ പദ്ധതിയാണ് ചങ്ങാതി. ചങ്ങാതി പദ്ധതിക്ക് വേണ്ടിയിട്ട് സാക്ഷരതാ മിഷൻ തയ്യാറാക്കിയ ഒരു പുസ്തകമാണ് ഹമാരി മലയാളം. ചങ്ങാതി പദ്ധതിക്ക് വേണ്ടിയിട്ടാണ് സാക്ഷരതാ മിഷൻ നടപ്പിലാക്കിയ പദ്ധതിയാണ് ചങ്ങാതി. ആ ചങ്ങാതി പദ്ധതിക്ക് വേണ്ടിയിട്ട് അതിഥി തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്നതിന് വേണ്ടി പുറത്തിറക്കിയ പുസ്തകമാണ് ഹമാരി മലയാളം. ഇത്രയേ ഉള്ളൂ ആ ചാപ്റ്ററിൽ പറയുന്നത് കേട്ടോ. പിന്നെ കേരളത്തിലെ പ്രധാന ആഘോഷങ്ങൾ അറിയാലോ: ഓണം, വിഷു, അതൊക്കെ. ഒരു പീലിയുടെ ഗ്രാമത്തിലെത്തി. അമ്മയെ പരിചയപ്പെടുത്തുന്നു. കഥ പോലെയാണ്.
നിങ്ങൾ വായിച്ചാൽ മതി കേട്ടോ. ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. അവർക്ക് നഗരത്തേക്കാൾ ഗ്രാമമാണ് ഇഷ്ടമെന്നൊക്കെ പറയുന്നുണ്ട്. ഇത്രയുള്ളൂ ഗ്രാമഭംഗി. നാട്ടിലെ ഉത്സവമാണ്. നമ്മുടെ ഉത്സവങ്ങൾ അറിയാലോ, അതാണ് ഞാൻ ചോദിച്ചത്. നാട്ടിലെ ഉത്സവം, നമ്മുടെ കേരളത്തിലെ പ്രധാന ഉത്സവമാണ് ഓണം, വിഷു അല്ലേ. പൊതുവേ നമ്മൾ സംസ്ഥാന ആഘോഷമായിട്ട് നമ്മുടെ പ്രഖ്യാപിച്ചത് ഏതിനെയാണ്? ഓണത്തെയാണ് പ്രഖ്യാപിച്ചത് അല്ലേ. പിന്നെ വിഷു എന്നാണ്? മേടമാസത്തിൽ ആണ് നമ്മൾ 1-ാം തീയതിയാണ് നമ്മൾ വിഷു ആഘോഷിക്കുന്നത്. പിന്നെ തൃശ്ശൂർ പൂരം, പിന്നെ പെരുന്നാളുണ്ട്. ക്രിസ്തുമത സമ്മേളനം എവിടെയാണ്? മാരാമൺ കൺവെൻഷൻ. ഉറൂസുണ്ട്, കായിക മത്സരങ്ങളുണ്ട്. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ. അടുത്തത് ഭക്ഷണവും മനുഷ്യരും. ലോക ഭക്ഷ്യദിനത്തോടനുബന്ധിച്ച് ഇന്ന് സ്കൂളിൽ ഭക്ഷ്യമേളയുണ്ടായിരുന്നു. എന്നാണ് ലോക ഭക്ഷ്യദിനം? ഒക്ടോബർ 16. ഐക്യരാഷ്ട്രസഭയുടെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ സ്ഥാപിതമായത് 1945 ഒക്ടോബർ 16 അതുകൊണ്ടാണ് നമ്മൾ ഒക്ടോബർ 16 എന്തായിട്ട് ആചരിക്കുന്നത്? ഭക്ഷ്യദിനമായിട്ട് ആചരിക്കുന്നത്. എന്ന് മുതലാണ് ഐക്യരാഷ്ട്രസഭ ഭക്ഷ്യദിനം ആചരിച്ചു തുടങ്ങിയെന്നറിയാമോ? 1981 മുതലാണ് നമ്മൾ ഭക്ഷ്യദിനമായിട്ട് ഒക്ടോബർ 16 ഭക്ഷ്യദിനമായിട്ട് ആചരിച്ചു തുടങ്ങിയത്. ഭക്ഷണവും മനുഷ്യരും. ലോക ഭക്ഷ്യദിനത്തോടനുബന്ധിച്ച് സ്കൂളിൽ ഭക്ഷ്യമേളയുണ്ടായിരുന്നു. ടീച്ചർ പറഞ്ഞതനുസരിച്ച് ക്ലാസ്സിലെ കുട്ടികളെല്ലാവരും ഓരോരോ വിഭവങ്ങൾ കൊണ്ടുവന്നു. ഭക്ഷണ സമ്പാദനം. മനുഷ്യരുടെ നിലനിൽപ്പിന് അത്യാവശ്യമായ ഘടകങ്ങളിലൊന്നാണ് ഭക്ഷണം. എല്ലാ ജീവികൾക്കും ഭക്ഷണം ആവശ്യമാണ്. ആദിമകാലത്ത് ഇലകൾ, പഴങ്ങൾ, കിഴങ്ങുകൾ, ധാന്യങ്ങൾ എന്നിവയായിരുന്നു ജീവികളുടെ ഭക്ഷണം. കൂടാതെ ചില ജീവികൾ മറ്റ് ജീവികളെ കൊന്നു ഭക്ഷിക്കുകയും ചെയ്തിരുന്നു. മനുഷ്യരും ആദ്യം അങ്ങനെ തന്നെ ആയിരുന്നു. ആദിമ മനുഷ്യരുടെ ഭക്ഷണങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇലകളും പഴങ്ങളും കിഴങ്ങ് വർഗ്ഗങ്ങളും ഒക്കെയായിരുന്നു അവർ ഭക്ഷണമായിട്ട് സ്വീകരിച്ചിരുന്നത്. മൃഗങ്ങളെ കൊന്നും തിന്നിരുന്നു. ആദ്യകാലങ്ങളിൽ തീയുടെ ഉപയോഗം അറിയാത്തതിനാൽ ലഭ്യമായ വസ്തുക്കൾ പച്ചയായി തന്നെ അവർക്ക് ഭക്ഷിച്ചിരുന്നു. എന്നാൽ തീയെ നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ പരിശീലിച്ചതോടെ അവർ ഭക്ഷണം വേവിച്ച് കഴിക്കാൻ തുടങ്ങി. ഉണങ്ങിയ മരങ്ങൾ തമ്മിൽ പാറയിൽ ഉരഞ്ഞും തീ ഉണ്ടാകുന്നത് മനുഷ്യർ കണ്ടു. ഉണക്കമരം പാറയിൽ ഉരച്ചോ കല്ലുകൾ കൂട്ടിമുട്ടിച്ചോ തീ ഉണ്ടാക്കാമെന്ന് അവർ മനസ്സിലാക്കി. തീയുടെ ഉപയോഗവും തീയൊക്കെ കണ്ടുപിടിച്ചതുമാണ്. തീ പോയിൻ്റൊന്നും ഇല്ല ഇതിനകത്ത്, അതുകൊണ്ടാണ് പറയാത്തത് കേട്ടോ. മനുഷ്യരോട് ഇവിടെ കണ്ടോ, മനുഷ്യരോട് ആദ്യം ഇണങ്ങിയതും മനുഷ്യർ ആദ്യം ഇണക്കി വളർത്താൻ ആരംഭിച്ചതുമായ മൃഗമാണ് നായ. മനുഷ്യരോട് ആദ്യം ഇണങ്ങിയതും മനുഷ്യർ ആദ്യം ഇണക്കി വളർത്താൻ ആരംഭിച്ചതുമായ മൃഗം ഏതാണ്? നായ. മനുഷ്യരോട് വേഗം ഇണങ്ങിച്ചേരാൻ കഴിവുള്ളതിനാൽ വേട്ടയാടലിനും കാവലിനുമായി നായകളെ ഉപയോഗപ്പെടുത്തിയിരുന്നു. കൃഷി വ്യാപകമായതോടെ മറ്റ് മൃഗങ്ങളെയും ഭക്ഷണത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി ഇണക്കി വളർത്താൻ തുടങ്ങി. ആദ്യം ഇണക്കി വളർത്തിയ മൃഗം ഏതാണ്? നായയാണ് ഇണക്കി വളർത്തിയത്. പിന്നെ വെള്ളത്തിലിട്ടാൽ തൈകൾ മുളച്ച് വരുന്നതിനെ പറ്റി അവർ മനസ്സിലാക്കി. പിന്നെ അങ്ങനെ കൃഷി ചെയ്യാൻ ആരംഭിച്ചു. എന്തായിരുന്നു അവരുടെ ആദ്യകാല കാർഷിക ഉപകരണങ്ങൾ? കമ്പ്, കല്ല്, കൊമ്പ്, എല്ല് എന്നിവയായിരുന്നു മനുഷ്യരുടെ ആദ്യകാല കാർഷിക ഉപകരണങ്ങൾ. മണ്ണിളക്കി വിത്ത് കുഴിച്ചിടാൻ ഈ ഉപകരണങ്ങൾ അവർക്ക് സഹായകമായി. പിന്നെ മൺപാത്രങ്ങൾ നിർമ്മിച്ചു. ആദ്യം മണ്ണ് കുഴച്ച് പാത്രങ്ങളായി രൂപപ്പെടുത്തി. എന്നാൽ ചുട്ടെടുത്താൽ
അത് വെള്ളം ശേഖരിക്കാമെന്നും ചൂടാക്കാമെന്നും മനസ്സിലാക്കിയതോടുകൂടി പിന്നെ അവർ കളിമണ്ണ് കുഴച്ച് ചുട്ടെടുക്കാൻ തുടങ്ങി, മൺപാത്രങ്ങൾ അങ്ങനെ നിർമ്മിച്ചു. പിന്നെ അറിയാലോ, ഹാരപ്പൻ സംസ്കാരത്തിലാണ് പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന നദീതട സംസ്കാരമായിരുന്നു സിന്ധു നദീതട സംസ്കാരം അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരം. ഇവിടുത്തെ ഏറ്റവും പ്രധാന സവിശേഷതയായിരുന്നു ധാന്യപ്പുര. അവ ഇഷ്ടിക കൊണ്ട് കെട്ടിയുണ്ടാക്കിയതായിരുന്നു. വിദൂര ഗ്രാമങ്ങളിൽ നിന്ന് ധാന്യങ്ങൾ കൊണ്ടുവന്ന് ഹാരപ്പൻ സംസ്കാരം 5000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഹാരപ്പൻ സംസ്കാരത്തിൽ തന്നെ അവർ ധാന്യപ്പുരയൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ കണ്ടെത്തി. സിന്ധു നദീതട സംസ്കാരം അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരം പഠിക്കുമ്പോൾ അതിനകത്ത് മഹത്തായ ധാന്യപ്പുര, മോഹൻജദാരോയിൽ മഹത്തായ ധാന്യപ്പുര കണ്ടെത്തി. ഹാരപ്പയിൽ 6 ധാന്യപ്പുരകൾ കണ്ടെത്തി. അന്നേ ധാന്യങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ ധാന്യപ്പുരയെല്ലാം കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാർട്ടർ സമ്പ്രദായം, പക്ഷേ ഒരു വസ്തു വാങ്ങിയിട്ട് അത് വേറൊരു വസ്തു നമ്മൾ കൊടുക്കുന്നു. പൈസയ്ക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്തിരുന്ന വ്യവസ്ഥയാണ് ബാർട്ടർ സമ്പ്രദായം. ഏകദേശം 1500 വർഷങ്ങൾക്ക് മുമ്പ് ദക്ഷിണേന്ത്യയിൽ ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം നിലനിന്നിരുന്നതായി സംഘകാല കൃതികളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഓരോ പ്രദേശത്തുള്ളവരും മറ്റു പ്രദേശങ്ങളിലുള്ളവർക്ക് അവർ സമാഹരിച്ച ഭക്ഷ്യവസ്തുക്കൾ കൈമാറുകയും അവരിൽ നിന്ന് തങ്ങൾക്ക് ആവശ്യമുള്ളവ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അതാണ് ബാർട്ടർ സമ്പ്രദായം. നാണയവ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുമ്പ് സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് ബാർട്ടർ സമ്പ്രദായം. പിന്നെ അറബികൾ പ്രാചീനകാലം മുതൽ തന്നെ നമ്മുടെ നാടിന് വിദൂര ദേശങ്ങളുമായി സാധനങ്ങളുടെ കൈമാറ്റം ഉണ്ടായിരുന്നു അല്ലേ. ആദ്യമായി എത്തിയ വിദേശി ആരാണ്? വാസ്കോ ഡ ഗാമ. റോമാക്കാർ, ചൈനക്കാർ, അറബികൾ, പേർഷ്യ, ജൂതർ എന്നിവരുമായാണ് നമ്മൾ പ്രധാനമായും കൈമാറ്റം നിലനിന്നിരുന്നത്. അവർ നമ്മുടെ രാജ്യത്ത് നിന്ന് എന്തൊക്കെയാണ് കൊണ്ടുപോയിരുന്നത്? പ്രധാനമായും കുരുമുളക്, ഏലം, ഇഞ്ചി, ഗ്രാമ്പു, കറുവപ്പട്ട തുടങ്ങിയ സാധനങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് അവർ കൊണ്ടുപോയി. ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് സഞ്ചാരിയായ വാസ്കോ ഡ ഗാമ തിരികെ യൂറോപ്പിലേക്ക് പോയപ്പോൾ യാത്രാ ചെലവിൻ്റെ 60 ഇരട്ടി വിലയുടെ ചരക്കുകൾ കൊണ്ടുപോയിരുന്നതായി ചരിത്രരേഖകളിൽ പറയുന്നു. വാസ്കോ ഡ ഗാമ എന്നാണ് വന്നത്? 1498 മെയ് 20 എവിടെ എത്തി? കോഴിക്കോടുള്ള കാപ്പാടെത്തി. ആരാണ് ഇന്ത്യയിലേക്ക് പറഞ്ഞയച്ചത്? മാനുവൽ I രാജാവ്. ഓക്കെ, ഓരോ സാധനങ്ങളും വിദേശികൾ കൊണ്ടുവന്നതാണ് അല്ലേ. പേരയ്ക്ക, പപ്പായ, കൈതച്ചക്ക, കശുവണ്ടി, മരച്ചീനി, ഉരുളക്കിഴങ്ങ്, ഇത്തരം മിക്ക ഭക്ഷ്യവസ്തുക്കളും വിദേശികളാണ് ഇവിടെ കൊണ്ടുവന്നത്. പേരയ്ക്കയുടെ ജന്മദേശം മെക്സിക്കോ ആണ്. ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നാണ് അറിയപ്പെടുന്നത്. പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിലെത്തിച്ചത്. അതുപോലെ ബാക്കിയുള്ളത് നമ്മൾ പൂരിപ്പിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അറിയാമോ? പപ്പായയുടെ ജന്മദേശം എവിടെയാണ്? മെക്സിക്കോ തന്നെയാണ്. പപ്പായ ഇന്ത്യയിലെത്തിച്ചത് ആരാണ്? പോർച്ചുഗീസുകാർ തന്നെയാണ്. ഓക്കെ. കൈതച്ചക്കയുടെ ജന്മദേശം കൈതച്ചക്കയുടെ ജന്മദേശം ബ്രസീൽ. കൈതച്ചക്ക ബ്രസീൽ, അത് കൊണ്ടുവന്നത് പോർച്ചുഗീസുകാർ തന്നെയാണ്. കശുവണ്ടിയും ബ്രസീൽ തന്നെയാണ് ജന്മദേശം. മരച്ചീനിയുടെ ജന്മദേശം അമേരിക്ക. ഉരുളക്കിഴങ്ങ് അറിയാമോ? നമുക്ക് ലാസ്റ്റ് പറയാം. ഉരുളക്കിഴങ്ങ് പെറു ആണ്. പിന്നെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള അസമത്വങ്ങൾ നിലനിന്നിരുന്നു. സാമൂഹ്യമായ അസമത്വങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ തടസ്സമുണ്ടാക്കി. മിശ്രഭോജനം അല്ലേ, ഒരുമിച്ചിരുന്ന് കഴിച്ചുകൂടാ എന്നൊക്കെ പണ്ടകാലത്തുണ്ടായിരുന്നു. മിശ്രഭോജനം, സമപന്തി, നമ്മൾ റിനൈസൻസിൽ പഠിക്കുന്നില്ല ആരാണ് മിശ്രഭോജനം, സമപന്തി ഭോജനം നടത്തിയതൊക്കെ. ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതിൽ തടസ്സമായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ. ഈ വിഭജനത്തിനെതിരെ സാമൂഹ്യ പരിഷ്കർത്താവായ സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ എറണാകുളത്ത് ചെറായിൽ മിശ്രഭോജനം നടത്തുകയുണ്ടായി.
മിശ്രഭോജനം നടത്തിയെന്നാണ്. 1917 മെയ് 29 വിവിധ ജാതിക്കാരെ ഒന്നിച്ചിരുത്തി സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിലെ ചെറായിൽ മിശ്രഭോജനം സംഘടിപ്പിച്ചത്. എല്ലാ വിഭാഗം ജനങ്ങളും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടതിനെ തുടർന്നായിരുന്നു ഈ സമരം നടത്തിയത്. മിശ്രഭോജനത്തിന് നേതൃത്വം കൊടുത്തതിനാൽ ശക്തമായ എതിർപ്പ് സഹോദരൻ അയ്യപ്പന് നേരിടേണ്ടി വന്നു. കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹ്യമായ അസമത്വത്തെയാണ് ഇത് വെളിവാക്കുന്നത്. ജാതി വ്യവസ്ഥയാണ് ഈ അസമത്വത്തിന് കാരണം. ഉയർന്ന ജാതിയിലുള്ളവർ താഴ്ന്ന ജാതിയിൽ ഇരിക്കാൻ പാടില്ല എന്നൊക്കെ കരുതി ആണ് അന്ന് ഈ അസമത്വം നിലനിന്നിരുന്നത്. അങ്ങനെ മിശ്രഭോജനം നടത്തിയതാണ് സാമൂഹ്യ പരിഷ്കർത്താവായ സഹോദരൻ അയ്യപ്പൻ. 1917 മെയ് 29 നമുക്ക് ഡേറ്റും കൂടെ ഉണ്ട്. മെയ് 29 ചോദിച്ച ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യനായിട്ട് മാറുന്ന പോയിൻ്റാണ്. 17 മെയ് 29. ഇനി ഭക്ഷണം കിട്ടാതെ ആൾക്കാർ ദാരിദ്ര്യത്തിലാവുന്നതാണ്. 1943 ബംഗാളിൽ ഭക്ഷ്യക്ഷാമം അനുഭവപ്പെട്ടിരുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്തെ അമിതമായ സാമ്പത്തിക ചൂഷണവും ഇന്ത്യയിൽ ഭക്ഷ്യക്ഷാമത്തിന് ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണം കാരണം ഇന്ത്യയിൽ ഭക്ഷ്യക്ഷാമത്തിന് കാരണമായി. തൽഫലമായി നിരവധി പേർ മരണപ്പെടുകയും ചെയ്തു. ഇതിനൊരു ഉദാഹരണമാണ് 1943 ബംഗാളിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടായ വർഷം. നല്ല പോയിൻ്റാണ്. 1943. എന്താണ് പ്രധാന കാരണങ്ങൾ എന്തായിരുന്നു? ബംഗാളിൽ ഒന്നാമത്തെ കാരണം ബ്രിട്ടീഷ് ഭരണകാലത്തെ അമിതമായ സാമ്പത്തിക ചൂഷണം. പിന്നെ ബംഗാൾ തീരത്തുണ്ടായ ശക്തമായ കൊടുങ്കാറ്റും ഉണ്ടായിരുന്നു. 2 കാരണങ്ങളാണ്. ബ്രിട്ടീഷ് ഭരണകാലത്തെ അമിതമായ സാമ്പത്തിക ചൂഷണവും പിന്നെ ശക്തമായ കൊടുങ്കാറ്റിൻ്റെ ഫലമായി അവിടുത്തെ നെൽകൃഷി വ്യാപകമായി നശിച്ചു. ഇതിനെ തുടർന്ന് ബംഗാളിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടായി. ഈ ക്ഷാമം മൂലം ഏകദേശം 30 ലക്ഷം പേർ പട്ടിണി മൂലം മരണപ്പെട്ടു. ദാരിദ്ര്യത്തിനും പട്ടിണിക്കും എതിരെയുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാവർക്കും ഭക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുന്ന ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഒക്ടോബർ 16 ഭക്ഷ്യദിനമായിട്ട് ആചരിച്ചു വരുന്നത്. അതിനുവേണ്ടി ഐക്യരാഷ്ട്രസഭ യുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ അഥവാ FAO എന്ന് പറയുന്നത്. അത് നിലവിൽ വന്നത് 45 ഒക്ടോബർ 16 അതുകൊണ്ടാണ് നമ്മൾ ഒക്ടോബർ 16 എന്തായിട്ട് ആചരിക്കുന്നത്? ഭക്ഷ്യദിനം, ലോക ഭക്ഷ്യദിനമായിട്ട് ആചരിക്കുന്നത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കിയ മാതൃകാപരമായ സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. കുടുംബശ്രീ മിഷനും ഇതിന് ഉദാഹരണമാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് കേരള സർക്കാർ രൂപം കൊടുത്തിട്ടുള്ള പദ്ധതിയാണ് കുടുംബശ്രീ മിഷൻ. എന്നാണ് കുടുംബശ്രീ മിഷൻ നിലവിൽ വന്നത്? 1998 മെയ് 17 എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? ആരാണ് ഉദ്ഘാടനം ചെയ്തത്? AB വാജ്പേയി ആണ്. മലപ്പുറത്തെ കോട്ടക്കുന്നിലാണ് ഉദ്ഘാടനം ചെയ്തത്. ഭക്ഷ്യസുരക്ഷാ നിയമം ഇന്ത്യയിൽ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്നത് 2013 നിലവിൽ വന്നു. എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഈ നിയമത്തിൻ്റെ ലക്ഷ്യം. ഈ ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ശക്തമായ ഒരു പൊതുവിതരണ സംവിധാനം. എന്താണ് പൊതുവിതരണ സംവിധാനം? നമ്മുടെ റേഷൻ അല്ലേ? ഭക്ഷ്യസുരക്ഷാ നിയമത്തിന് ഫലമായിട്ട് നിലവിൽ വന്നതാണ് പൊതുവിതരണ സംവിധാനമാണ് നമ്മുടെ റേഷൻ. ഭക്ഷണവും ആരോഗ്യവും മനുഷ്യരുടെ ജീവൻ നിലനിർത്തുന്ന അടിസ്ഥാന ആവശ്യങ്ങളിലൊന്നാണ് ഭക്ഷണം. ആരോഗ്യം നിലനിർത്തുന്നതിൽ ഭക്ഷണത്തിന് സുപ്രധാനമായ പങ്കുണ്ട്. പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്താൻ സാധിക്കുന്നു. എന്നാൽ അനാരോഗ്യമായ ഭക്ഷണശീലം പല ജീവിതശൈലി രോഗങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ഐക്യരാഷ്ട്ര സംഘടനയുടെ നിർദ്ദേശപ്രകാരം 2023 എന്തായിട്ട് ആചരിക്കുന്നു? അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായിട്ട് ആചരിക്കുന്നു. ചെറുധാന്യങ്ങളുടെ ഉൽപ്പാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷത്തിൻ്റെ പ്രധാന ലക്ഷ്യം. പുല്ല് വർഗ്ഗത്തിൽപ്പെടുന്ന ധാന്യവിളകളാണ് ചെറുധാന്യങ്ങൾ. ഇവയൊക്കെയാണ് ജോവർ, റാഗി, വരക്, തിന. വരക്, ബജ്റ താഴെ തന്നിട്ടുണ്ട്. ബാർലി, തിന, മണിച്ചോളം അഥവാ ജോവർ, റാഗി, നമ്മുടെ കൂരവ് എന്ന് പറയല്ലേ. ഇതൊക്കെയാണ് ചെറുധാന്യങ്ങൾ ഉൾപ്പെടുന്നത്. അപ്പോൾ 2023 അവയുടെ സംരക്ഷണാർത്ഥം ഐക്യരാഷ്ട്രസഭ 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായിട്ട് ആചരിക്കും. അങ്ങനെ ഓരോന്നിനും വർഷങ്ങളുണ്ടായിരുന്നു. നെല്ല് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നെല്ല് വർഷം ആചരിച്ചു. പയർ വർഷമുണ്ടായിരുന്നു.
ഉരുളക്കിഴങ്ങ് വർഷമുണ്ട്. നമുക്ക് പഠിക്കാം അത്. ഇതാണ് 2 ചാപ്റ്റർ. ഓക്കെ ഓക്കെ അതിൽ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് മാത്രമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പീലിയുടെ ഗ്രാമത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പോയിൻ്റേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? ഏതാണ്? ആസാം, ബീഹാർ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് കൂടുതൽ അതിഥി തൊഴിലാളികൾ എത്തുന്നത്. ആസാം, ബീഹാർ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് കൂടുതൽ അതിഥി തൊഴിലാളികൾ എത്തുന്നത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഏതായിരുന്നു? ആസാം. ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ? ഇന്ത്യയിൽ ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. ജനസാന്ദ്രത കൂടിയ സംസ്ഥാനം ഏതാണ്? ബീഹാറാണ്. ജനസാന്ദ്രതയിൽ 2ാം സ്ഥാനം പശ്ചിമ ബംഗാളും 3ാം സ്ഥാനം നമ്മുടെ കേരളത്തിനുമാണ്. ഓക്കെ, ജനസാന്ദ്രത ഏറ്റവും കൂടിയത് ബീഹാർ, 2ാം സ്ഥാനം പശ്ചിമ ബംഗാൾ, 3ാം സ്ഥാനം കേരളം. വടക്കിഴക്കൻ മേഖലയിൽ ജനസംഖ്യ കൂടിയത് ആസാം. പിന്നെ പദ്ധതികൾ പറഞ്ഞായിരുന്നു. എന്താണ്? ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളത്തിൽ സാക്ഷരരാക്കുന്നതിന് വേണ്ടിയിട്ട് സാക്ഷരതാ മിഷൻ്റെ പദ്ധതിയാണ് ചങ്ങാതി. സാക്ഷരതാ മിഷൻ്റെ പദ്ധതിയാണ് ചങ്ങാതി. ചങ്ങാതി പദ്ധതിക്ക് വേണ്ടി സാക്ഷരതാ മിഷൻ തയ്യാറാക്കിയ പുസ്തകമാണ് എന്ത്? ഹമാരി മലയാളം. മലയാള ഭാഷയെ സാക്ഷരതയാക്കുന്നതിന് മലയാളം മിഷൻ നടപ്പിലാക്കിയ പദ്ധതി ആരെയാണ്? അന്യതൊഴിലാളികളാണ്. ഇതര സംസ്ഥാന തൊഴിലാളികളെയാണ് മലയാള ഭാഷയിൽ സാക്ഷരതയാക്കുന്നതിന് മലയാളം മിഷൻ നടപ്പിലാക്കിയ പദ്ധതിയാണ് എന്ത്? അനന്യ മലയാളം. ഇത്രയുള്ള ആ ചാപ്റ്ററിൽ. അടുത്തത് ഭക്ഷണവും മനുഷ്യരും. മനുഷ്യരോട് ആദ്യം ഇണങ്ങിയത്, മനുഷ്യർ ആദ്യം ഇണക്കി വളർത്തിയതുമായ മൃഗം ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ട്? നായയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? നായ. ഭക്ഷ്യദിനം എന്നാണെന്ന് പറഞ്ഞു. ഒക്ടോബർ 16-നാണ് ലോക ഭക്ഷ്യദിനം. ഐക്യരാഷ്ട്രസഭയുടെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ സ്ഥാപിതമായത് 45 ഒക്ടോബർ 16-നാണ്. ലോക ഭക്ഷ്യദിനം നമ്മൾ ആദ്യമായി ആചരിച്ചതെന്നാണ്? 1981-ലാണ് ലോക ഭക്ഷ്യദിനം നമ്മൾ ആദ്യമായിട്ട് ആചരിച്ചത്. വാസ്കോഡ ഗാമ കേരളത്തിലെത്തിയത് എവിടെയാണ് എന്നാണ്? 1898 മെയ് 20-ന് കോഴിക്കോട് കാപ്പാടിൽ. ആരാണ് ഇന്ത്യയിലേക്ക് അയച്ചത്? മാനുവൽ 1 രാജാവായിരുന്നു. വാസ്കോഡ ഗാമ യാത്രയ്ക്ക് ചിലവായ തുകയുടെ 60 ഇരട്ടിയോളം ലാഭമാണ് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയ വിഭവങ്ങൾ വിറ്റഴിച്ചപ്പോൾ കിട്ടിയത്. അത് മനസ്സിലാക്കി കൂടുതൽ വിദേശികൾ നമ്മുടെ ഇന്ത്യയിൽ വന്ന് സാധനങ്ങൾ മൊത്തം അടിച്ചു മാറ്റിക്കൊണ്ടുപോയി അല്ലേ? അവർ കൊണ്ടുവന്ന ാണ് പേരയ്ക്ക, പപ്പായ. ആരാണ്? പോർച്ചുഗീസുകാർ കൊണ്ടുവന്നതാണ് പേരയ്ക്ക, പോർച്ചുഗീസുകാർ തന്നെയാണ് ഇതെല്ലാം കൊണ്ടുവന്നിരുന്നത്. ആരാണ്? ഏതൊക്കെയാണ്? പേരയ്ക്ക, പപ്പായ, കൈതച്ചക്ക, കശുവണ്ടി, മരച്ചീനി, ഉരുളക്കിഴങ്ങ്. ഇതെല്ലാം പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ എത്തിച്ചത് കേട്ടോ. ടെക്സ്റ്റ് തന്നിട്ടില്ല, നമ്മളടുത്ത് പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പേരയ്ക്ക, പപ്പായ, കൈതച്ചക്ക, കശുവണ്ടി, മരച്ചീനി, ഉരുളക്കിഴങ്ങ്. പേരയ്ക്ക ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെട്ട ഫ്രൂട്ടാണ്, ഫലവർഗ്ഗമാണ് പേരയ്ക്ക. ഉഷ്ണമേഖലയിലെ ആപ്പിൾ ഏതാണ്? പേരയ്ക്കയാണ്. പേരയ്ക്കയുടെ ജന്മദേശം മെക്സിക്കോ. പേരയ്ക്കയുടെയും പപ്പായ രണ്ടും PP. പേരയ്ക്കയും പപ്പായയുടെയും ജന്മദേശം മെക്സിക്കോ. അതേപോലെ കൈതച്ചക്കയുടെയും കശുവണ്ടിയുടെയും ജന്മദേശം ബ്രസീലാണ്. കൈതച്ചക്കയുടെയും കശുവണ്ടിയുടെയും ജന്മദേശം എവിടെയാണ്? ബ്രസീൽ. ഇതെല്ലാം കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. അത് പഠിക്കാൻ പാടില്ല. പേരയ്ക്കയും പപ്പായ, കൈതച്ചക്ക, കശുവണ്ടി, മരച്ചീനി, ഉരുളക്കിഴങ്ങ് ഇതെല്ലാം ഇന്ത്യയിൽ എത്തിച്ചത് വിദേശി ആരാണ്? പോർച്ചുഗീസുകാരാണ്. ജന്മദേശം പറയുമ്പോൾ പേരയ്ക്കയും പപ്പായയും എവിടെയാണ് അവരുടെ ജന്മദേശം? മെക്സിക്കോ. LGSനൊക്കെ ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യനാണ്. പേരയ്ക്ക, പപ്പായ, മെക്സിക്കോ. കൈതച്ചക്ക, കശുവണ്ടി, ബ്രസീൽ. ഉരുളക്കിഴങ്ങ് പെറുവാണ്. ഉരുളക്കിഴങ്ങ് പെറുക്കിയെടുത്തു എന്ന് പഠിക്കാം. ഉരുളക്കിഴങ്ങ് പെറുക്കിയെടുത്തു, തെറ്റില്ല. ഉരുളക്കിഴങ്ങ് പെറുക്കിയെടുത്തു. ഉരുളക്കിഴങ്ങ് പെറുവാണ് ജന്മദേശം. മരച്ചീനിയുടേത് അമേരിക്ക. ഓക്കെ, അത്രേ ഉള്ളൂ. ദെൻ സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം സംഘടിപ്പിച്ച വർഷവും ഡേറ്റ് തീയതി എവിടെയാണ്? 1917 മെയ് 29 എറണാകുളം ചെറായിലായിരുന്നു. ബംഗാളിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടായത് ഓർമ്മയുണ്ടോ? ഓർത്ത് നോക്കണേ. 1943-ലാണ്. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം 2013 സെപ്റ്റംബർ 12-നാണ് നിലവിൽ വന്നത്. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം 2023.
അങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ മറക്കില്ല. ഇത്രേ ഉള്ളൂ ആ ചാപ്റ്ററിൽ. എന്താ കിട്ടൂലേ? ഇനി അന്താരാഷ്ട്ര വർഷങ്ങളെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. 2004 നെല്ല് വർഷം, അന്താരാഷ്ട്ര നെല്ല് വർഷം എന്നാണ് 2004 നമ്മൾ ആഘോഷിച്ചത് അന്താരാഷ്ട്ര നെല്ല് വർഷം. ഫിസിക്സ് ഇയർ എന്നായിരുന്നു ഭൗതികശാസ്ത്ര വർഷമായിട്ട് ആചരിച്ചത് 2005 ഫിസിക്സ് വർഷമായിട്ട് ആചരിച്ചത് 2005. ഉരുളക്കിഴങ്ങ് വർഷം എന്നായിരുന്നു 2008 ഉരുളക്കിഴങ്ങ് വർഷം. ഉരുളക്കിഴങ്ങ് വർഷം 2008. അപ്പോൾ നെല്ല് വർഷം, നെല്ലിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഐക്യരാഷ്ട്രസഭ 2004 അന്താരാഷ്ട്ര നെല്ല് വർഷമായിട്ട് ആചരിച്ചു. 2005 ഫിസിക്സ് ഇയർ, 2008 ഉരുളക്കിഴങ്ങ് വർഷം. 2017 2010 ജൈവവൈവിധ്യ വർഷം. 2010 ജൈവവൈവിധ്യ വർഷം 2010. 2011 കെമിസ്ട്രി വർഷവും പിന്നെ വനവർഷവും 2011. 2011 കെമിസ്ട്രി വർഷവും പിന്നെ വനവർഷവും. മണ്ണ് വർഷവും പ്രകാശവർഷവും 2015. മണ്ണ് വർഷവും പ്രകാശവർഷവും 2015. പയർ വർഷം എന്നായിരുന്നു 2016. പയർ വർഷം 2016. പീരിയോഡിക് ടേബിൾ വർഷമായിട്ട് നമ്മൾ ആചരിച്ചതെന്നാണ് 2019 പീരിയോഡിക് ടേബിൾ. അപ്പോൾ ഫിസിക്സ് ഇയർ 2005, കെമിസ്ട്രി ഇയർ 2011, പിന്നെ 2015 മണ്ണ് വർഷം പ്രകാശവർഷം. പയർ വർഷം 16. പീരിയോഡിക് ടേബിൾ വർഷം ആവർത്തന പട്ടികയുടെ വർഷമായിട്ട് ആചരിച്ചത് 2019. പഴങ്ങളുടെയും പച്ചക്കറികളുടെയും വർഷം 2021. പഴങ്ങളുടെയും പച്ചക്കറികളുടെയും വർഷമായിട്ട് ആചരിച്ചത് 2021. 2022 എന്തായിരുന്നു? കരകൗശല മത്സ്യ അക്വാകൾച്ചർ വർഷം. 2022 എന്തായിരുന്നു? കരകൗശല മത്സ്യ അക്വാകൾച്ചർ വർഷം. 2023 നമ്മൾ പറഞ്ഞു ചെറുധാന്യ വർഷമായിട്ട് ആചരിച്ചു. 2024 ഒട്ടക വർഷം. 2025 എന്താണ്? അന്താരാഷ്ട്ര സഹകരണ വർഷം, ക്വാണ്ടം സയൻസ് വർഷം, ഹിമാനികളുടെ സംരക്ഷണം. ഓക്കെ, 2025 എന്താണ്? സഹകരണ വർഷമാണ്, ക്വാണ്ടം സയൻസിൻ്റെ വർഷമാണ്, ഹിമാനികളുടെ സംരക്ഷണ വർഷമാണ്. 2024 ഒട്ടക വർഷമായിരുന്നു. 2022 കരകൗശല മത്സ്യ അക്വാകൾച്ചർ വർഷമായിരുന്നു. പയർ വർഷം എന്നാണ് 2016. പഴങ്ങളുടെയും പച്ചക്കറികളുടെയും വർഷമായിട്ട് ആചരിച്ചത് 2021. ഓക്കെ, ഇത്രയേ ഉള്ളൂ ആ ചാപ്റ്ററിൽ. 2 ചാപ്റ്ററും മെയിൻ പോയിൻറ്റ്സ് ആണിത്. ഓക്കെ, താങ്ക് യു.